പടക്ക നിർമ്മാണശാലയിൽ തീ പിടിച്ചു പൊട്ടിത്തെറിക്കുമ്പോൾ ചിതറിത്തെറിച്ചു പോയ 40ഓളം മനുഷ്യരുടെ മൃതദേഹങ്ങളുടെ ഭാഗം കണ്ടെത്താൻ പോലീസ് നായ്ക്കൾ മണം പിടിച്ചുകൊണ്ട് ഈ സമയത്ത് നടക്കുമ്പോൾ മരിച്ചുപോയവരെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം സാധുക്കളായ പാവങ്ങൾ അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു സമാധാനം നൽകട്ടെ, പിടിച്ചു നിൽക്കാൻ, പരീക്ഷണങ്ങളെ മറികടക്കാനെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ 40ഓളം ആളുകൾ ഒരു നിമിഷാന്തത്തിന്റെ ഉള്ളിൽ ചിതറിത്തെറിക്കുമ്പോ ആ സ്ഫോടനത്തിന്റെ പിന്നിലെ പ്രാഥമിക കാരണമായി പറയുന്നത് വർദ്ധിച്ചു വന്ന ചൂടിൽ ആ പടക്കങ്ങൾ ചൂട് കാരണത്താൽ ഉണക്കാനിട്ടപ്പോൾ ചൂട് കാരണത്താൽ അമിതമായ ചൂട് കാരണത്താലാണ് അപകട കാരണമെന്ന് പ്രാഥമികമായ നിഗമനങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഒരാഗോള വാർത്തകളിലോട്ട് കൊണ്ടുപോകാനല്ല. ഈ ചൂട് മനുഷ്യന്റെ അന്തരീക്ഷത്തെ ചൂട് പിടിക്കുന്നു, ആവാസ വ്യവസ്ഥിതികളെ തകിടം മറിക്കുന്നു. അവന്റെ ദൈനംദിന ജീവിതത്തിന് പോലും ഈ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്ന ചൂട് അതിന്റെ എല്ലാം പ്രധാനപ്പെട്ട ഈ ചൂടിന്റെ പ്രധാനപ്പെട്ട പ്രഭവകേന്ദ്രമാണ്. ആ പ്രഭവകേന്ദ്രം സൂര്യൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് അകലെ നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ആയിരക്കണക്കിന് നക്ഷത്രങ്ങളും ഗാലക്സികളും താരാപഥങ്ങളും അടങ്ങുന്ന ആയിരക്കണക്കിന് ഗോളങ്ങളിലുള്ള ഒരു ഗോളം. ആ ഗോളങ്ങളിൽപ്പെട്ട ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്ന 9 ഗ്രഹങ്ങൾ. ആ 9 ഗ്രഹങ്ങളിൽപ്പെട്ട ഒരു ഗ്രഹമായ സൂര്യൻ. ആ സൂര്യൻ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിന്ന് 14,95,97,906 കിലോമീറ്റർ മുകളിൽ നിലനിൽക്കുന്ന സെക്കൻഡുകൾ കൊണ്ട് ടൺകണക്കിന് ഹൈഡ്രജനെ ഹീലിയമാക്കി മാറ്റുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയമെന്ന് പരിചയപ്പെടുത്തുന്ന സൂര്യൻ. ആ സൂര്യനെ കുറിച്ച് പറയപ്പെടുന്നത് ഈ ഭൂമിയിൽ നിന്ന് 14,95,97,906 കിലോമീറ്ററുകളിലാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലമുള്ളത്. ഇപ്പോൾ നിലനിൽക്കുന്നതിനേക്കാൾ സൂര്യൻ 1 കിലോമീറ്റർ എങ്ങാനും താഴെയായിരുന്നു ഈ ഭൂമിയിൽ ഒരു സസ്യലതാദികൾക്ക് മുളക്കാൻ പോലും കഴിയാത്ത വിധം ചൂട് വർദ്ധിക്കുമായിരുന്നു. ഇപ്പോഴുള്ളതിനേക്കാൾ 1 കിലോമീറ്റർ അകലെയാണ് സൂര്യൻ ഇരുന്നതെങ്കിൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഇപ്പോഴുള്ളതിനേക്കാൾ 1 കിലോമീറ്റർ കൂടുതലാണെങ്കിൽ തണുപ്പ് കാരണത്താൽ ഒരു ആവാസ വ്യവസ്ഥിതികൾക്ക് ഈ ഭൂമി യോഗ്യമാകുമായിരുന്നില്ല എന്ന് ഇത് പറയുന്നതല്ല. ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്ര ഗവേഷണങ്ങൾ പറയുമ്പോ 1 കിലോമീറ്റർ മുകളിലുമല്ല, 1 കിലോമീറ്റർ താഴെയുമല്ല, ജാമിതീയ കണക്കുകളെ തോൽപ്പിക്കുന്ന വിധം ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിലുള്ള അകലത്തെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് മാത്രമല്ല കോടാനുകോടി ജീവജാലങ്ങൾക്ക്, ചേതനവും അചേതനവും സചേതനവുമായ ആയിരക്കണക്കിന് കോടാനുകോടി ജീവജാലങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ ഭാഗമാകുന്ന രീതിയിൽ ഈ സൂര്യനെയും ഭൂമിയും തമ്മിലുള്ള അകലത്തെ സംവിധാനിച്ചതാരാ? ആ സംവിധാനിച്ചവനാണ് അവനാണ് ലോകത്തിന്റെ സിട്ടാവായ അല്ലാഹു എന്ന് പറയുമ്പോ ഇതിന്റെ സംഘാടകരായ യുവാക്കളോട് പള്ളിയുടെ നിർമ്മാണത്തിന് മുൻകൈയെടുത്തു വന്ന പത്തിരിപ്പാലയിലെ സുമനസ്സുകളായ യുവാക്കളോട് ഞാൻ ഇത് പറയുന്നത് ഒരു ശാസ്ത്ര സത്യത്തെ പറയാനല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇത്രയേറെ സുന്ദരമായി സൂര്യനുണ്ടല്ലോ, ലോകത്തിന് ഇതേവരെ ഏറ്റവും വലിയ അത്ഭുതമായി നിൽക്കുന്ന സൂര്യൻ. ആ സൂര്യന്റെ പ്രകാശം എന്ന് പറയുന്നത് ഏറ്റവും വലിയ, ഈ ലോകത്തെ ഏറ്റവും വേഗതയുള്ളത് സൂര്യപ്രകാശത്തിനാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറഞ്ഞത് വൽ ഖമരി ഇദാ തലാഹാ, സൂര്യനെ തന്നെയാണ് സത്യം, ആ സൂര്യന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു കാര്യത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൂര്യനെയും അതിന്റെ പ്രകാശത്തെ എടുത്തു പറഞ്ഞാൽ ആ സൂര്യന്റെ പ്രകാശത്തിന് വേറൊന്നിനുമില്ലാത്തൊരു പ്രത്യേകതയുണ്ടെന്നല്ലേ? ആ പ്രത്യേകത ഈ പ്രപഞ്ച ലോകത്തിലെ ഏറ്റവും വേഗതയുള്ളൊരു പ്രകാശത്തിനാ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് 14,95,97,906 കിലോമീറ്റർ നിൽക്കുന്ന സൂര്യന്, ആ സൂര്യനിൽ നിന്ന് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് വരാനുള്ള അത്ര സമയം എത്രയെന്നറിയോ? ആ സൂര്യന്റെ പ്രകാശം ഭൂമിയിലെത്തണമെങ്കിൽ ഏറ്റവും വേഗതയുള്ള പ്രകാശമില്ലേ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ താണ്ടി പോകുന്ന
കൃത്യമായി പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 2,99,792.5 കിലോമീറ്റർ ഒരു സെക്കൻഡ് കൊണ്ട് താണ്ടി പോകുന്ന എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ കേരളത്തെ 3 പ്രാവശ്യം ചുറ്റി വരാൻ കഴിയുന്ന ഏറ്റവും വലിയ വേഗതയുള്ള സൂര്യന്റെ പ്രകാശമുണ്ടല്ലോ. ആ പ്രകാശം സൂര്യനിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഈ ഭൂമിയിലെത്തണമെങ്കിൽ 8 മിനിറ്റും 20 സെക്കൻഡും കഴിഞ്ഞാണ് ഭൂമിയിലെത്തുന്നതെങ്കിൽ എത്ര വലിയ അകലത്ത് നിന്ന് വന്ന ഈ സൂര്യന്റെ പ്രകാശമാ സഹോദര, അനന്തമജ്ഞാതം അവർണ്ണനീയം. ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്നവർ കഥയെന്ത് കണ്ടു. ഈ സൂര്യനും ഈ സൂര്യന്റെ തൊട്ടടുത്തുള്ള നക്ഷത്രങ്ങളുടെ കഥ പറയുമ്പോ അല്ലാഹുവിനെ നിഷേധിക്കുന്ന, ദൈവത്തെ നിഷേധിക്കുന്ന, ദൈവമില്ലെന്ന് പറയുന്ന യുക്തിവാദികളോട്, നിരീശ്വരവാദികളോട്, ഭൗതികവാദികളോട്, സന്ദേഹവാദികളോട് അല്ലാഹു ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈ സൂര്യനെ കുറിച്ചല്ലേ. യുവാക്കളെ, യുവതികളെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത്രമേൽ അകലത്തിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, ആ സൂര്യൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതമാണ്. അല്ലാഹു പറയുന്നുണ്ടല്ലോ, സൂര്യൻ എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതമാ. ഞാനും നിങ്ങളുമൊക്കെ ജനിച്ചിട്ട് എത്ര നാളായി? 40 വർഷം കഴിഞ്ഞവരില്ലേ, 50 കഴിഞ്ഞവരില്ലേ, 60 കഴിഞ്ഞവരില്ലേ? ഇതേവരെ നിങ്ങൾ എപ്പോഴെങ്കിലും ന്യൂസ് കേൾക്കുമ്പോ കേൾക്കാറില്ലേ? എപ്പോഴും എയർ ഇന്ത്യ 2 മണിക്കൂർ വൈകിയോടുന്നു, കേരള എക്സ്പ്രസ് 4 മണിക്കൂർ വൈകിയോടുന്നു, അങ്ങനെ KSRTC ബസ് ഇന്ന് ഓടുന്നതേയില്ല. പ്രിയപ്പെട്ട സഹോദര, സഹോദരി, 4 മീറ്റർ വീതി പോലുമില്ലാത്ത റെയിൽ പാളത്തിലൂടെ 2 ട്രെയിനുകൾ കടന്നു വന്നപ്പോ അബലനായ മനുഷ്യൻ നിർമ്മിച്ച റെയിൽ പാളത്തിലൂടെ അവൻ നിയന്ത്രിക്കുന്ന ട്രെയിൻ പാഞ്ഞു വരുന്ന നേരത്ത് ഒരു GPS-ന്റെ സിഗ്നൽ ഒന്ന് മാറിപ്പോയപ്പോ എഗ്മോർ എക്സ്പ്രസിലേക്ക് അടുത്ത ട്രെയിൻ വന്ന് ഓടിക്കയറിയിട്ട് 300ഓളം ആളുകൾ റെയിൽ പാളത്തില് ചതഞ്ഞരഞ്ഞു മരിച്ച എത്ര ട്രെയിൻ അപകടമാ കണ്ടത്. ഈ സേലം കൊച്ചി മണ്ണുത്തി ദേശീയ പാതയിലൂടെ 10 മീറ്റർ നീളമില്ലാതെ ട്രാൻസ്പോർട്ട് ബസ് പോകുമ്പോ അതിനെ നിയന്ത്രിക്കുന്ന ഡ്രൈവറിന്റെ കണ്ണും നടഞ്ഞാൽ ആ സമയത്ത് ലോറി കാറുമായിട്ട് ഷൂട്ടറുമായിട്ട് കൂട്ടിയിടിക്കുകയല്ലേ. കയ്യടികളും സന്തോഷങ്ങളും താളങ്ങളുമായി വാൽപ്പാറയുടെ മലയിടുക്കുകളിലൂടെ ഹെയർപിൻ വളഞ്ഞു വരുമ്പോ ആ സമയത്ത് ആ ഡ്രൈവറിന്റെ അശ്രദ്ധ വന്നപ്പോ 9ഓളം കുടുംബങ്ങളല്ലേ ഇവിടെ നിന്ന് മാഞ്ഞു പോയതല്ലോ, അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, മനുഷ്യ, ഈ കേവലം അവന്റെ കൈവെള്ളയിൽ ഒതുങ്ങുന്നത് പോലെ നിയന്ത്രിക്കാൻ കഴിയാത്തവനെ, ഇന്നേ വരെ ജനിച്ചിട്ട് ഇതേവരെ ഏതെങ്കിലും ദിവസം സൂര്യോദയം ഇന്ന് 1 മിനിറ്റ് വൈകുമെന്ന്, ഇതിന്റെ അസ്തമയം ഇന്ന് 1 മിനിറ്റ് വൈകിയാണ് സൂര്യൻ അസ്തമിക്കുന്നതെന്ന്, ശരിയായ സമയത്ത് ആ സൂര്യൻ എഴുന്നേറ്റ് വരാൻ കഴിയില്ലെന്ന് നൂറ്റാണ്ടുകളായിട്ട് ഇന്നേ വരെ കിടക്കുന്ന അവസ്ഥയിൽ കൃത്യമായി ഉദിക്കുന്ന സൂര്യ, പടിഞ്ഞാറിന് മടിത്തട്ടിൽ അസ്തമിക്കുന്ന സൂര്യ, ഇതേവരെ ആ സൂര്യോദയത്തിന് ഇതേവരെ 1 മിനിറ്റ് പിന്തിയിട്ടില്ലല്ലോ. ലശംസിയം ബഗീല തുതിരിക്കൽ കമറ വലല്ലൈലു സാബികുന്നഹാർ വകുല്ലും ഫീ ഫലകി യസ്റൂൻ. രാത്രി വരേണ്ട സമയത്ത് പകല് വന്നില്ല, പകല് വരേണ്ട സമയത്ത് രാത്രി വന്നില്ല. എല്ലാ ദിവസവും കൃത്യമായി സൂര്യൻ ഉദിക്കുന്നുണ്ട്, കൃത്യമായി അസ്തമിക്കുന്നുണ്ട്. ഇന്നേ വരെ ഒരേ ദിവസം പോലും സൂര്യൻ ഇങ്ങനെ പിന്തിയിട്ടില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരാ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, തിരിച്ചറിവിന്റെ യൗവന വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോ ഇന്നേ വരെ സൂര്യന്റെ ഭ്രമണപഥത്തിന് വ്യത്യാസമുണ്ടായിട്ടുണ്ടോ? ആ സൂര്യനതിന്റെ കൃത്യമായ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ. ഭൂമിയേക്കാൾ പിണ്ടവലിപ്പമുള്ള കത്തിച്ചൊലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ ഇതേവരെ ഭ്രമണ
ഭ്രമണപഥത്തിന് മാറിയിട്ടില്ലെങ്കിൽ ലോക ചരിത്രത്തിൽ ഒരൊറ്റ പ്രാവശ്യമേ സൂര്യൻ എന്ന ലോകത്തിന്റെ മാൽപുരം ചൂട് നൽകുന്ന സൂര്യന്, വെളിച്ചം നൽകുന്ന സൂര്യന്, തെളിച്ചം നൽകുന്ന സൂര്യൻ, ആ സൂര്യന് ചരിത്രത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു ദിവസം സൂര്യന്റെ ഭ്രമണപഥത്തിന് മാറ്റമുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരേ ഒരു പ്രാവശ്യമേ ഈ മഹാത്ഭുതങ്ങളുടെ പ്രഭവ കേന്ദ്രമായ ഈ സൂര്യന്റെ ഭ്രമണപഥത്തിന് ഒരൊറ്റ പ്രാവശ്യമേ ലോകത്ത് ചലനമുണ്ടായിട്ടുള്ളൂ. അതതിന്റെ ഭ്രമണപഥത്തിൽ നിന്ന് ഒരൊറ്റ പ്രാവശ്യമേ മാറി ചലിച്ച് നടന്നിട്ടുള്ളൂ. അതേത് സമയത്താണെന്നറിയോ? അത് എപ്പോഴാണെന്നറിയോ? ഞാൻ പറഞ്ഞത് സൂര്യനെ കുറിച്ചാണ്, അതിന്റെ ശാസ്ത്രീയ നിഗമനത്തെ കുറിച്ചാണ്. ആ സൂര്യൻ ഇന്നേ വരെ, ഇന്ന് വൈകാൻ ഇച്ചിരി, ഇന്ന് ഉദിക്കാൻ ഒരല്പം വൈകും എന്നൊരു വാർത്ത, ഇന്ന് അസ്തമിക്കാൻ ഒരല്പനേരം വൈകും ഇല്ല. എന്നാൽ നിങ്ങൾ ഇതേവരെ ഈ ആയുസിലെന്നല്ല, ഈ നൂറ്റാണ്ടിലെന്നല്ല, ലോകചരിത്രത്തിൽ ഒരൊറ്റ പ്രാവശ്യമേ സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിൽ നിന്ന് ചലിച്ചിട്ടുള്ളൂ. എപ്പോഴാണത്? എപ്പോഴാ? ആളുകൾ 100 വരെ ഇരിക്കണമെന്ന് എനിക്കാരെ കാണാൻ തന്നെ വയ്യ, മുഖം പോലും കാണുന്നില്ല. ഏത് സമയത്താണ്? ഇതേവരെ വെറുതെ പിരിവക്കയിന്റെ കൂടെ അടക്കം ഇൻഷാ അല്ലാഹ്. തിരിച്ചറിവിന്റെ യൗവനം യഥാർത്ഥത്തിൽ ലോക ചരിത്രത്തിൽ ഒരൊറ്റ പ്രാവശ്യമേ യുവാക്കളെ, യുവതികളെ ഈ സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിൽ നിന്ന് മാറിയിട്ടുള്ളൂ. എപ്പോഴാതെ? ഇന്ദിരാഗാന്ധി മരണപ്പെട്ടപ്പോഴാണോ? സന്ധ്യാനേരത്ത് പ്രാർത്ഥനാ നിർഭരമായി നടന്നുപോയ ഇന്ത്യ രാജ്യത്തിന്റെ പാവപ്പെട്ട അർദ്ധനഗ്നനായ ഫക്കീറായ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ വന്ദിക്കാനെന്ന വണ്ണം ഗുരുന്ന് നിന്നിട്ട അർദ്ധകായ മനുഷ്യന്റെ ഇടനെഞ്ചിലേക്ക് തൊടിയുണ്ടകൾ തുടച്ചു കയറി രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി വെടിയേറ്റ് പിടഞ്ഞു വീണപ്പോഴാണോ? അല്ല. ഇന്ത്യ രാജ്യത്തിന്റെ ഉരുക്കു വനിതയായ ഇന്ദിരാഗാന്ധി മരിച്ചപ്പോഴാണോ? അല്ല. ഏഷ്യാവൻകര കണ്ട ഏറ്റവും സുന്ദരനായ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പെരുമ്പത്തൂരിലെ പൊതുതെരഞ്ഞെടുപ്പ് റാലിയിൽ ചിതറിത്തെറിച്ചപ്പോഴാണോ? അല്ല. പിന്നെപ്പോഴാണ് ആ ലോകചരിത്രത്തിന് ഭ്രമണപഥത്തിൽ നിന്ന് മാറിയതെപ്പോഴാ? അത് അലക്സാണ്ടറിനോ, അലക്സാണ്ടർ ബോണപ്പാർട്ടിന് വേണ്ടിയോ, നെപ്പോളിയന് വേണ്ടിയോ, ഗ്രേറ്റ് അലക്സാണ്ടറിന് വേണ്ടിയോ സോക്രട്ടീസ് മരിച്ചപ്പോഴോ, ബീഥോവന്റെ സംഗീതം നിലച്ചപ്പോഴല്ല. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ, ആ സൂര്യന്റെ ഭ്രമണപഥത്തിന് ഒരേ ഒരു പ്രാവശ്യമേ മാറ്റം വന്നുള്ളൂ. എനിക്ക് വീർവാക്കവി വെറുതെ പറയുന്നതല്ല, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ذات اليمين وإذا غربت تقرضهم ذات الشمال فهم في فجوة منه. എല്ലാ വെള്ളിയാഴ്ചയും ഓതൊരു സുന്നത്തായ ഒരു സൂറത്തുണ്ടല്ലോ, സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തിൽ ദക്കിയാനൂസ് എന്ന് പറയുന്ന ഏകാധിപതി, സർവാധിപതി, സ്വേച്ഛാധിപതിയുമായ രാജാവ് തന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന നാട്ടുകാരെ നിർബന്ധിച്ചപ്പോ ഖാലിഖും മാലിക്കും റാസിക്കുമായ എന്റെ റബ്ബിന്റെ മുമ്പിലല്ലാതെ നെറ്റിത്തടം വെച്ച് സുജൂദ് ചെയ്യില്ല എന്ന് ആ നാട്ടിലെ 7 യുവാക്കള് തീരുമാനമെടുക്കുകയും തിരിച്ചറിവിന്റെ യൗവനത്തോട് ഞാൻ കഥ പറയട്ടെയോ? ആ കഥ ഖുർആനിന്റെ കഥയാണ്. എല്ലാവരും രാജാവിനെ പേടിച്ചിട്ട് വിനീത വിധേയന്റെ വിട്ടിവേഷം കെട്ടിയിട്ട് പഞ്ചപുച്ഛമടക്കി സുജൂദ് ചെയ്തപ്പോ ഖാലിഖായ റബ്ബിന്റെ മുമ്പിലല്ലാതെ തലകുനിക്കില്ലെന്ന് പറഞ്ഞ് 7 യുവാക്കൾ മുമ്പോട്ട് വന്നപ്പോ അവരെ കൊല്ലാണ് രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുകയും രാജാവിൽ നിന്ന് രക്ഷപ്പെടാൻ വെളിപ്പാടകരയുള്ള ഘോരവനത്തിലോട്ട് കടന്നുപോയി ഹിംസ്രജന്തുക്കള് താമസിക്കുന്ന മനുഷ്യനുപദ്രവകരമായ സാഹചര്യമുള്ള വനത്തിലോട്ട് പോയി രാജാവിൽ നിന്ന് വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അസ്ഹാബുൽ കഹ്ഫ് എന്നറിയപ്പെട്ട 7 യുവാക്കൾ ഗുഹയിൽ അഭയം തേടുകയും അവരാ ഗുഹയിൽ കിടന്ന് അറിയാതെ ഉറങ്ങിപ്പോവുകയും ചെയ്ത ഒരു കഥ ഓർമ്മയുണ്ടല്ലോ. കഥ പറയാൻ സമയമില്ല സഹോദരാ, ആ കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. ഏകനായ റബ്ബിന്റെ തൗഹീദിനെ നിലനിർത്താൻ ഗുഹയിൽ കിടന്ന് 7 യുവാക്കൾ ഉറങ്ങിയപ്പോ അല്ലാഹു പറഞ്ഞതാണ്, സൂര്യഗോളമേ
ബറുവൻ കഹ്ബിഹിം ദാതൽ യമീൻ വഇദാ ഗറബത് തക്രിലുഹും ദാതൽ ശിമാൽ. സൂര്യഗോളമേ നീ ഉദിക്കുമ്പോൾ ഇദാ തലഅത ബറുവൻ കഹ്ബിഹിം ദാതൽ യമീൻ ആ ഗുഹയുടെ ഭാഗത്തെത്തുമ്പോ ഒരൽപ്പം വലത്തോട്ട് മാറണേ. ഗുഹയുടെ ഭാഗത്ത് അസ്തമിക്കുമ്പോൾ ഇടത്തോട്ട് മാറണേ. എന്തിനാണ് മാറണമെന്ന് പറഞ്ഞത് എന്തിനെന്നറിയോ? ആകാശലോകത്തു കൂടി സഞ്ചരിക്കുന്ന സൂര്യനോട് പടച്ചവൻ പറയാണ്, എന്റെ തൃപ്തിക്ക് വേണ്ടി നാടുവിട്ട, എനിക്ക് വേണ്ടി ലോകത്തിനെ ഉപേക്ഷിച്ചു കളഞ്ഞ, എന്റെ തൃപ്തിക്ക് വേണ്ടി സമ്പത്തിനെ ഉപേക്ഷിച്ച് പാതിരാ സമയത്ത് കാട് കയറിയ 7 യുവാക്കളുണ്ടല്ലോ. അവരാ ഗുഹയിൽ സ്വന്തമായിട്ട് ഉറങ്ങുകയാണ്. എന്റെ തൃപ്തിക്ക് വേണ്ടി നാടുവിട്ട യുവാക്കളുടെ ഉറക്കത്തിന് നട്ടം വരാതിരിക്കാൻ സൂര്യ നീ ഒന്ന് മാറി സഞ്ചരിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുവാക്കളെ, യുവതികളെ, തിരിച്ചറിവിന്റെ യൗവനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ യൗവനമുണ്ടല്ലോ, അത് മയക്കുമരുന്നിനും കള്ളിനും കഞ്ചാവിനും അടിമകളാകാനുള്ളതല്ല. ഇൻസ്റ്റാഗ്രാമുകളിലും ഫേസ്ബുക്കുകളിലും തകർത്താടാറുള്ളതല്ല. ആകാശഗോളത്ത് പുഞ്ചിരിച്ചു നിൽക്കുന്ന സൂര്യന്റെ ഗതി മാറ്റാൻ കഴിവുള്ള പ്രായമാണ് യൗവനം. യൗവനം എന്ന് പറയുന്നത് ആകാശത്തിലെ സൂര്യനെ ഗതി മാറ്റാനുള്ള പ്രായമാണ്. അത് ട്രാൻസ്പോർട്ട് ബസ്സിനെ കല്ലെറിയേണ്ട പ്രായമല്ല, കല്യാണ വീട്ടിൽ ആടിത്തിമിറുക്കേണ്ട പ്രായമല്ല. ഇസ്ലാമിക മൂല്യങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾക്ക് ആടിത്തിമിറക്കാനുള്ള, എന്തിനേയും സ്വീകരിക്കാനുള്ള, ദുനിയാവിന് വേണ്ടി പായാനുള്ളതല്ല യൗവനം. ഈ യൗവനം ഏറ്റവും മനോഹരമായൊരു കാലമാണ്. ഇല്ല തിരിച്ചിരിക്കിട്ടില്ലൊരിക്കലും മുല്ലതൻ പൂ പോൽ ചിരിക്കും ഈ യൗവനം. ചുറ്റും കരുത്തുറ്റൊരേതു വിഘ്നങ്ങളും തട്ടിത്തകർത്തിടാൻ പോന്നൊരു യൗവനം. ഈ യൗവനം മനോഹരമാണ്. ലോകചരിത്രത്തിൽ സൂര്യന്റെ ഗതി മാറ്റാൻ കഴിയുന്ന പ്രായമാണ് യൗവനം. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? യൗവനം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത പ്രായമാണ്. പടച്ചവൻ അതിന് കൊടുത്ത പ്രത്യേകത, ലോക ചരിത്രത്തിൽ ഈ സൂര്യനെ ഗതിമാറ്റി ഒരിക്കൽ 7 യുവാക്കളാണ്. 7 യുവാക്കൾ. അല്ലാഹു പറഞ്ഞു, അല്ലാഹുക്ക് വേണ്ടി നമ്മളായാൽ ആര് അല്ലാഹുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുന്നുവോ അവന് വേണ്ടി അല്ലാഹു എല്ലാം മാറ്റിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ വെറുതെ ഇരുന്ന് കേൾക്ക, ഒന്നും സമയമില്ല, 2 പിരിവുണ്ട്. ഇതെല്ലാം കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ആകെ എവിടെ എന്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ്. പക്ഷെ എന്റെ യുവാക്കളോട്, യുവതികളോട്, ഈ പ്രായം അതൊരു വല്ലാത്ത പ്രായമാണ്. ഈ പ്രായത്തിലാണ് അല്ലാഹു ഏറ്റവും വലിയ പ്രതിഫലം നമ്മളോട് പറഞ്ഞത്. ഏറ്റവും വലിയ പ്രതിഫലം, ആ പ്രതിഫലമാണ് ഈ ചൂട്. വല്ലാതെ ചൂടിന്റെ കാരണം സൂര്യനല്ലേ? ആ സൂര്യൻ എങ്ങനെ തലയുടെ മുകളിൽ ഉദിച്ചു നിൽക്കുമ്പോ ആ സൂര്യനെ ഗതി മാറ്റാൻ കഴിയുന്ന പ്രായമാണ് യൗവനം. ആ യൗവനത്തെ പാഴാക്കരുത്. ഇല്ല തിരിച്ചിരിക്കിട്ടില്ലൊരിക്കലും മുല്ലതനു പൂ പോൽ ചിരിക്കും യൗവനം. ചുറ്റും കരുത്തുറ്റൊരേതു വില്ലങ്ങളും തട്ടിത്തകർത്തിടാൻ പോന്നൊരു യൗവനം. മുല്ലപ്പൂ പോലെ പുഞ്ചിരിക്കുന്ന യൗവനം തിരിച്ചു വരൂല. താടി നരച്ചവർക്കൊക്കെ വലിയ ആ താടി നരക്കാത്ത യൗവനത്തില് കാളയുടെ കടിഞ്ഞാണല്ലേ, കുതിരക്കല്ലേ, കാള മുക്ക് കയറി പിടിച്ചിട്ട് കാളയേക്കാൾ വേഗത്തിൽ വയലിലൂടെ പാഞ്ഞ യൗവനം. തോറ്റോ? കാളയുടെ മുക്കേറുമ പിടിച്ചിട്ട് കാളകൂട്ട് കണ്ടത്തിലൂടെ കാളയേക്കാൾ വേഗതയിൽ പാഞ്ഞ ഒരു യൗവനമുണ്ട്. ചുറ്റും കരുത്തുറ്റൊരേത് വിഘ്നങ്ങളും തട്ടിത്തകർത്തിടാൻ പോന്നൊരു യൗവനം. മുമ്പിൽ കാണുന്ന എല്ലാത്തിനെയും തട്ടിത്തകർത്ത് തരിപ്പണമാക്കി ആര് പറഞ്ഞാലും കേൾക്കാതെ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ പായുന്ന യൗവനം. ആ യൗവനം ഇല്ല തിരിച്ചിനി കിട്ടില്ലൊരിക്കും മുല്ലതൻ പൂ പോൽ ചിരിക്കും ഈ യൗവനം. ഈ യൗവനം ഇനി തിരിച്ചു കിട്ടില്ല. ആ യൗവനം അല്ലാഹു തന്നത്
അന്യതൻ ക്ഷുദ്ര പതാകകൾ ഏന്തുവാനല്ലല്ല നിങ്ങൾക്ക് നീണ്ടൊരീ കയ്യുകൾ, അന്യതൻ ചിന്തകൾ ഏറ്റുപറയുവാനല്ലല്ല നിങ്ങൾ കനർക്ക തേജസ്സുകൾ എന്ന് കവി പറയുന്നുണ്ട്. അന്യതൻ ചിന്തകൾ ഏറ്റുപറയുവാൻ അല്ലല്ല നിങ്ങൾ കനർക്ക തേജസ്സുകൾ. ആരെങ്കിലും കുത്തിവെക്കുന്നവരൊക്കെ മനസ്സിൽ പേറിയിട്ട് അവരുടെ ചാവേറുകളായി മാറിപ്പോയി എവിടെയെങ്കിലും പോയി പിച്ചാത്തിപ്പിടിയിൽ ഒതുങ്ങിയിട്ട് നാട്ടിലെ വെടിറ്റീസെറ്റിന്റെ മുകളിൽ രക്തസാക്ഷി മണ്ഡപത്തിന് പേരെഴുതി ഒടുങ്ങാനുള്ളതല്ല യുവാക്കളെ നിങ്ങളുടെ യൗവനം. നിങ്ങളുടെ തലയിലേക്ക് വർഗീയത കുത്തിവറച്ച്, നിങ്ങളുടെ ശരീരത്തിലേക്ക് മനസ്സിലേക്ക് വർഗീയത കുത്തിവറിച്ച്, ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ മനുഷ്യരെ തമ്മിലടിപ്പിച്ച് അധികാരത്തിന്റെ കാലുകൾ ഉറപ്പിക്കാൻ ആളുകൾ നിങ്ങളുടെ ചിന്തകളിലേക്ക് വർഗീയത ുമ്പോ അത് കേട്ടിട്ട് അവർക്ക് വേണ്ടി വാളുകൾ എടുത്തു പോയി പാതിരാത്രിയിൽ കൂടപ്പറപ്പിനെ പോലെ കടന്ന കൂട്ടുകാരന്റെ കുതികാല് വെട്ടി അവന്റെ കുട്ടൽമാലകൾ പത്തിൽ ചെറിയാറുള്ളതല്ല നിങ്ങളുടെ യൗവനം. ആണോ? ആണോ? യുവാക്കളെ നിങ്ങളെ സ്വാധീനിക്കാൻ ആയിരക്കണക്കിന് ആളുകളുണ്ട്. വർഗീയതകൾ പറയുന്നവർ, വർഗീയതയുടെ അപ്പോസ്തലന്മാർ. എത്ര പെട്ടെന്നാണ് നമ്മുടെ നാടുകൾ വർഗീയതയിലൂടെ കടന്നു പോകുന്നത്. ഈ സമീപകാലത്ത് ഹൈന്ദവ ഭക്തിഗാന രംഗത്ത് ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ, ആയിരക്കണക്കിന് ചെറുപ്പക്കാരികളെ, വേറെ പലതും ഇഷ്ടപ്പെടുന്ന യുവത്വങ്ങളെ, യുവാക്കളെ, യുവതികളെ കൃഷ്ണഭക്തിയിലേക്ക് ചേർത്ത് കൊണ്ടുപോയ ഒരു വലിയ ഭജന ഗ്രൂപ്പാണ് നന്ദ ഗോവിന്ദം ഭജൻസ്. ആയിരക്കണക്കിന് ആളുകളാണ് അവരെ സ്വീകരിച്ചത്. അവരുടെ ആ സംഗീതത്തിൽ അവർ വലിയ ശാന്തിയെ കണ്ടെത്തിയത്. എത്ര പെട്ടെന്നാണ് അവർ വെറുക്കപ്പെട്ടവരായി മാറിയത്. എത്ര പെട്ടെന്നാണ് അവർ വെറുക്കപ്പെട്ടവരായി മാറിയത്. തങ്ങളുടെ സംഗീതം അവതരിപ്പിക്കാൻ വേണ്ടി അനുവദിക്കപ്പെട്ട സ്ഥലത്ത് ജാതിയുടെയും മതത്തിനും അപ്പുറം ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഒക്കെ സാഹോദര്യത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ അവർ ഭജന പാടുന്നതിന്റെ ഇടയിൽ ഒരു ക്രിസ്തീയ ഭക്തിഗാനം പാടാൻ പറഞ്ഞപ്പോ ആ സമയത്ത് അത് പാടിയതിന്റെ പേരിൽ അവർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ടവരായി ആക്രോശിക്കപ്പെടുന്നു. എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തതെന്നാണ്. ആ സംഗീതത്തിലും നമ്മൾ മതത്തെയും വർഗീയതയും കടത്തുകയാണ്. എന്റെ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ സിനിമാ നടൻ ബൈജു പോലും അത് ധാരാളം ആളുകൾ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ അത് ഷെയർ ചെയ്യുന്നുണ്ട്. സിനിമാ നടൻ ബൈജു അത് ഷെയർ ചെയ്തിട്ടുണ്ട്. കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യാ പ്രവർത്തനെ ഉത്തിഷ്ഠ നരശാതുരം കർത്തവ്യം ദൈവമന്ദിതം ഉത്തിഷ്ഠോതിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത പ്രൈലോക്യം മംഗളം ഗുരു കമലാകുജ തിന്ദിന കുങ്കുമതോ നിയതാതുനി താതുല നീരതനോ എന്ന് ഞാൻ പാടിയ MS സുബ്ബലക്ഷ്മി പാടിയ പ്രഭാതത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും കേൾക്കുന്ന ഒരു പ്രഭാത ഗാനമുണ്ട്. അത് ഞാൻ പാടിയത് ഒരു പള്ളിയുടെ ഉദ്ഘാടന ദിവസം ആ പള്ളിയുടെ മുറ്റത്ത് വെച്ച് ഞാൻ പാടിയതാണ്. വാതിന്റെ ഇടയിൽ അത് ഞാൻ പാടിയത് എവിടെയാണെന്നറിയോ? വയനാട് ജില്ലയിലെ ഒരു പള്ളിയുടെ, മുസ്ലിം പള്ളിയുടെ ഉദ്ഘാടനത്തിന് അന്ന് ആ പള്ളിയുടെ മുറ്റത്ത് വെച്ച് വാതിന്റെ ഇടയ്ക്ക് പാടിയതാണ് ഞാൻ. എത്രയോ പ്രാവശ്യം മതപ്രസംഗം നടക്കുമ്പോ, മുസ്ലിം സഹോദരങ്ങൾ നടത്തുന്ന മതപ്രഭാഷണം നടത്തുമ്പോ പള്ളിയുടെ മുറ്റത്തിരുന്നിട്ടല്ല എത്രയോ സ്ഥലങ്ങളിൽ ഇരുന്ന് പാടിയിട്ടുണ്ട്. ഇന്നേ വരെ ആർക്കും എനിക്കത് പാടാൻ ഒരു തടസ്സവും തോന്നിയിട്ടില്ല. ഇന്ന് അവർ പാടിയ ഒരു ഗാനം നമ്മളെല്ലാ പാട്ടും പാടും. ചിലപ്പോൾ ആ മുറ്റത്തിരുന്നിട്ട് നമ്മൾ നന്ദഗോവിന്ദം ഭജൻസ്, ചിലപ്പോ ഹരിവരാസനം പാടും, ചിലപ്പോ ക്രിസ്തീയ ഭക്തിഗാനം പാടും, ചിലപ്പോ ആയിരം കാതം അകലെയാണെങ്കിലും കഴിവാലയം എന്നതിനെ കുറിച്ച് പാടും. ആ പാടുന്നതൊക്കെ കേരളത്തിന്റെ ഒരു തനിമയാണ്, അതതിന്റെ വൈവിധ്യമാണ്, അതതിന്റെ സാഹോദര്യമാണ്. അതിനെ തകർക്കാനൊന്നും നമ്മൾ വിട്ടുകൊടുക്കരുത് എന്ന് നാം ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ഇതുപോലും പറയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ആരാണ്? എല്ലാവരെയും ആക്ഷേപിക്കപ്പെടുന്ന ഒരു കാലത്ത് സാഹോദര്യത്തിന്റെ ഒരു വക്താക്കളായി നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്നത് അവർ ഹൈന്ദവ സംഗീതത്തെ പ്രൊമോട്ട് ചെയ്യുന്നവരാണെന്നൊക്കെ ഒരു ഭാഗത്ത് പറഞ്ഞിരുന്നു. എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്തിനാണ് കുറെ ചെറുപ്പക്കാർ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സംഗീത ഗ്രൂപ്പ്, അതവർ വളരെയേറെ കഷ്ടപ്പെട്ട് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോ അവരെ ഒരു മുദ്രയടിക്കുക, എന്നിട്ട് അവരെ ഒന്നാക്കി മാറ്റുക, പിന്നീട് അവരെ ഈ രീതിയിലാക്കി മാറ്റുക. നമ്മുടെ രാജ്യത്തും മതത്തിനും മതമിളകുമ്പോ മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്.
ഈ പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് അധികാരികൾ വന്ന് ചോദിച്ചത് പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്ത് കട നടത്തുന്ന സുരേട്ടന്റെ അടുക്കൽ. ഈ പരിപാടിക്ക് വേണ്ടി വലിയ ആളുകൂടും. മുഹമ്മദ് കബീർ വാക്കവി പ്രഭാഷണത്തിന് വരുന്നുണ്ട്. വലിയ ആളുകൂടും, സംഘർഷം ഉണ്ടാവുന്നൊക്കെ ആരൊക്കെ പറഞ്ഞപ്പോ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷിക്കുന്നത് നമ്മുടെ നാട്ടിലെ സുരേട്ടന്റെ കടയിലാണ്. സുരേട്ടൻ പറഞ്ഞത് പത്തിരിപ്പാല പള്ളിയുടെ പരിപാടിയാണെങ്കിൽ അത് നടത്തണം ഞങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെയാണ് നമ്മുടെ നാട്. യുവാക്കളെ, നിങ്ങൾ വർഗീയതകൾക്ക് അടിമപ്പെട്ടു പോകരുത്. ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയാണ്, ഈ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിൽ, നമ്മുടെ രാജ്യത്തിന്റെ സന്തോഷത്തിൽ, നമ്മുടെ രാജ്യത്തിന്റെ സൗഹൃദത്തിൽ ഏറ്റവും വലിയ ബാധ്യതയെ നിർണ്ണയിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ജാതിക്കടിമകളായാൽ, വർഗീയതക്കടിമകളായാൽ, വർണ്ണങ്ങൾക്കടിമകളായാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് സാഹോദര്യത്തോടെ ഇവിടെ ജീവിക്കാൻ കഴിയുക? എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ രാജ്യത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുക? പ്രശസ്ത മാധ്യമ പ്രവർത്തക ശ്രീമതി പേര് മറന്നുപോയി, അവരുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ പ്രശസ്ത മാധ്യമ പ്രവർത്തക ശ്രീമതി ഷാനി പ്രഭാകരൻ ഈ അടുത്ത സമയത്ത് പറഞ്ഞതുപോലെ ഈ വിഷജീവികളൊക്കെ ഈ കേരളത്തിൽ ഇങ്ങനെ ഇളക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് നമുക്ക് സാഹോദര്യത്തോടെ ജീവിക്കുന്നു എന്നതാണ് നമ്മുടെ ഈ കേരളത്തിന്റെ പ്രത്യേകത. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഞാൻ പറഞ്ഞു വന്നത്, ഏതെങ്കിലും വൈകാരിക വിക്ഷുബ്ധതകൾക്ക് അടിമകളായി കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ളവരല്ല. അങ്ങനെ ഒരു സമൂഹം മുഴുവനും മുമ്പോട്ട് വന്നാൽ അതിന്റെ പരിണിതഫലത്തെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഈ യുവാക്കളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സൂര്യന്റെ ഭ്രമണപഥം മാറ്റാൻ അവർക്ക് കഴിയുന്നത് പോലെ അല്ലാഹു പറയുകയാണ്, നാടിനെ അല്ലാഹു നശിപ്പിക്കാനുള്ള കാരണമേതെന്നറിയോ? ഒരു കാലത്തൊരു വലിയ നാടുണ്ടായിരുന്നു. ആ നാടിനെ അല്ലാഹു കീഴ്മേ മറിക്കാനുള്ള കാരണം ആ നാട്ടില് 9ഓളം യുവാക്കൾ ഉണ്ടായിരുന്നു. ആ നാട്ടില് പ്രശ്നങ്ങൾ ഉണ്ടായാലും കുഴപ്പങ്ങൾ ഉണ്ടായാലും ആ 9 യുവാക്കൾ തന്നെ മുൻനിരയിലുള്ള കാരണത്താൽ ഒരു നാട്ടിലെ 9ഓളം വരുന്ന യുവാക്കൾ അശ്ലീലത്തിന്റെയും അനാവശ്യത്തിന്റെയും ഭക്താക്കളായപ്പോ ആ നാടിനെ തന്നെ ഞാൻ നശിപ്പിച്ചു കളഞ്ഞെന്ന് വിശുദ്ധ ഖുർആൻ. 7 യുവാക്കൾക്ക് വേണ്ടി സൂര്യന്റെ ഭ്രമണപഥം മാറുന്നു. അതേ സ്ഥാനത്ത് തന്നെ വഴിതെറ്റിപ്പോയ 9 യുവാക്കൾക്ക് വേണ്ടി ഒരു നാട് തന്നെ തകർന്ന് തരിപ്പണമാകുന്നു. സഹോദര സഹോദരി, ഈ ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ മുകളിലുള്ള സൂര്യന്റെ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയില്ലെങ്കിൽ ഒരു സമയത്ത് ഈ സൂര്യൻ ഒരു ചാൺ മുകളിൽ വന്ന് നിൽക്കുമല്ലോ. ആ സമയത്ത് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചൂടടിക്കുന്ന നേരം, കത്തിക്കാളുന്ന നരകം ഇങ്ങനെ കത്തിച്ചൊലിക്കുന്ന നേരം, ഇതാ ദുഃഖത്തിൽ وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى. സൂര്യൻ ഉദിക്കുന്ന നേരം, കത്തിച്ചൊലിക്കുന്ന നരകം ഇങ്ങനെ മാടി വിളിക്കുന്ന നേരം, മനുഷ്യരെല്ലാം തീച്ചൂടിൽ ഇങ്ങനെ വേർതൊലിക്കുന്ന നേരത്ത്, ആ സമയത്ത് ഒരേ ഒരു തണല് മാത്രമുള്ള പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണല് കൊടുക്കുന്ന 7 വിഭാഗം ആളുകളിൽ അല്ലാഹു അർശിന്റെ തണല് കൊടുക്കുന്നതാർക്കാ? ومن قلبه يهوى المساجد دائما تعلقه فيها بغير زوال. യുവത്വത്തിന്റെ പ്രായത്തില് യുവതികളെ, നിങ്ങളുടെ പ്രായത്തിൽ വഴിതെറ്റിപ്പോകാൻ ആയിരക്കണക്കിന് വഴികൾ ഉണ്ടായിട്ടും അശ്ലീലതകളും അനാവശ്യങ്ങളും തന്നെ മുമ്പിൽ ഇങ്ങനെ നടപാടുമ്പോ, തല തുറന്നിട്ട് പെണ്ണുങ്ങൾ കൂത്താട്ടം നടത്തുമ്പോ, അല്ലാഹുവിന്റെ ഇസ്ലാമിനെ വരെ പരിഹസിക്കുമ്പോ, ആ നേരത്തൊക്കെ തന്റെ കൂട്ടുകാരികളും തന്റെ കുടുംബത്തിലുള്ളവരുമൊക്കെ അല്ലാഹുവിന്റെ ദീനിനെ കളിയാക്കുന്ന നേരത്ത് തലമറച്ച്
പർദ്ദയിട്ട് തന്റെ ശരീരത്തെ അന്യപുരുഷനിൽ നിന്ന് മറച്ചു വെച്ച് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത ഒരു യുവതിയായ പെണ്ണുണ്ടോ, ഒരു യുവാവുണ്ടോ? എല്ലാവരും അടിമകളായി മയക്കുമരുന്നിന്റെ കച്ചവടങ്ങളുമായി അഭ്യസ്ത വിദ്യര് പോലും ആടിത്ത് മറുക്കുമ്പോ കൂട്ടുകാര് വൈകുന്നേരമാകുമ്പോ പത്തിരിപ്പാറയിലെ സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ ബാറുകളിലൂടെ നടക്കുമ്പോ പള്ളിയിൽ നിന്ന് വാങ്ങു വിളിക്കുന്ന നേരത്ത് അള്ളാന്റെ ദീനിനെ പരിഹസിച്ച് എന്റെ കൂട്ടുകാര് പോകുമ്പോ ആ സമയത്ത് ഈ നട്ടുച്ച നേരത്ത് ഒന്നുകൊടുത്തിട്ട് ലോഹർ നിസ്കരിക്കുന്ന ഒരു യുവാവുണ്ടോ? അവനാണ് വമനക്കൽ ബൂയുവൽ മസാജിദ ദായിമാ